ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മോഹിനിക്ക് ഇനി ഒരു തരത്തിലും ദ്രോഹം ചെയ്യില്ല എന്ന് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തതനുസരിച്ച് പ്രതാപനെയും മുത്തശ്ശിയും സ്റ്റേഷനിൽ നിന്നും വിട്ടയക്കുന്നു. ശേഷം ഈ അപമാനം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല, എന്നെ തല്ലിയത് പോട്ടെ, പക്ഷെ അമ്മയെയും അവർ വെറുതെ വിട്ടില്ല എന്ന് പ്രതാപൻ പറയുമ്പോൾ മേഘേട്ടനെയും കണ്ണേട്ടനെയും തിളപ്പിച്ച് നിർത്തി ലക്ഷ്മിക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ അമ്മയെ തല്ലിച്ചതച്ചിട്ട് നമുക്ക് എന്താ ലാഭം ഉണ്ടായതെന്ന് ചോദിക്കുന്നുണ്ട് കരുണ. കണ്ണൻ്റെ പകുതി സ്വത്തുക്കൾ മുഴുവൻ സ്വന്തമാക്കി അവളെങ്ങനെ നെകളിച്ച് നടക്കുകയാണ്. അവളെ തകർക്കാതെ നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും കരുണയും കരുണാലയത്തിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെ എത്തുന്നതും മഹിയെയും മോഹിനിയെയും കാണുമ്പോൾ അവർക്ക് അവരെ ഫേസ് ചെയ്യാനായിട്ട് നല്ല മടിയുണ്ടെങ്കിലും വീണ്ടും മോഹിനിക്കും മഹിക്കും നേരെ വഴക്കിന് ചെല്ലുന്നു. മോഹിനിയും മഹിയും നല്ല ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക്. ശേഷം നിൻ്റെ മകളെ കൊണ്ട് തന്നെ നീ കണ്ണീരൊഴുക്കുമെടി, നിൻ്റെ മോള് കാരണം നീ വാവിട്ട് കരയുന്നത് നിനക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിക്ക് നേരെ ശാപവാക്കുകൾ ചൊരിയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. ശേഷം ഇനിയാണ് മോളെ നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത്, ഒരു കൊലയാളിയുടെ മനസ്സാണ് അയാൾക്കുള്ളത്, എന്ത് ചെയ്യാനും അയാൾ ഇനി മടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി ആശങ്കപ്പെടുമ്പോൾ ഇനി നമ്മളെ അവരെ ഭയപ്പെട്ട് ജീവിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു അമ്മേ. നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, നമുക്കിപ്പോൾ ചോദിക്കാനും പറയാനും ആരെങ്കിലുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട് കേട്ടോ മഹി. ശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, അവളുടെ മോളുടെയും അഹങ്കാരം കണ്ടില്ലേ പ്രതാപ, കാരണം അവരുടെ ദയവ് കൊണ്ടല്ലേ നമ്മളെ ഇപ്പോൾ ജയിലിൽ നിന്ന് വിട്ടയച്ചത്. നമ്മുടെ മുഖത്തുള്ള ഈ പാടൊക്കെ കാണുമ്പോൾ അവർ മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ചിട്ടുണ്ടാവും എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ നമുക്കുണ്ടായി വേദനയ്ക്ക് പരിഹാരം കണ്ടെത്തിയേ പറ്റൂ അമ്മേ, ഇല്ലെങ്കിൽ പിന്നെ അവളുടെ മുന്നിൽ നമ്മൾ തോറ്റതിന് തുല്യമാണെന്നെല്ലാം പ്രതാപം പറയുമ്പോൾ എന്ത് ചെയ്യാനാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് കരുണ ചോദിക്കുമ്പോൾ അവളുടെ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അവൾ ഇല്ലാതാക്കി, ഇപ്പോൾ എന്നെയും അമ്മയെയും അവൾ ജയിലിൽ കയറ്റി, അതിന് അവരൊരിക്കലും മറക്കാത്ത ഒരു തിരിച്ചടി ഈ അച്ഛൻ കൊടുത്തിരിക്കും മോളെ എന്ന് പ്രതാപൻ പറയുമ്പോൾ അത് കേട്ട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ കരുണ. മഹിയാണെങ്കിൽ അന്നത്തെ ദിവസം അവിടെ നിൽക്കാനായിട്ട് അമ്മയോടൊപ്പം നിൽക്കാനായിട്ട് തീരുമാനിക്കുന്നു. കാരണം പ്രതാപനും മുത്തശ്ശിക്കും അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഹിനിയെ അവിടെ ഒറ്റയ്ക്ക് നിർത്തി പോകാനായിട്ട് മഹിയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അന്നത്തെ ദിവസം അവിടെ മോഹിനിയോടൊപ്പം നിൽക്കാൻ തന്നെ മഹി തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. ഇതറിയുന്ന പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ മഹിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഒരു ചതി പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ദൈവമായിട്ടാണ് അമ്മേ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കൊണ്ടു തന്നത്, ഇന്ന് രാത്രി ഇവിടെ ചിലത് നടക്കും, ഞാൻ ആണാണെങ്കിൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കും, എന്നെ ജയിലിൽ കയറ്റി പോലീസുകാരെ തല്ലിച്ചതച്ചപ്പോൾ അമ്മ കരഞ്ഞു നിലവിളിച്ചില്ലേ, അതുപോലെ ലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പോകുന്നത് കണ്ട് മോഹിനിയും അലറി നിലവിളിച്ച് കരയണം, അപ്പോഴേ നമ്മുടെ 3 പേരുടെയും മനസ്സൊന്ന് തണുക്കൂ എന്ന് പറയുമ്പോൾ നീ എന്താ പ്രതാപ ഉദ്ദേശിക്കുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ദിവസവും കിടക്കുന്നതിന് മുൻപ് അവൾക്ക് പാല് കുടിക്കുന്ന ശീലമുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാലോ, അതിൽ ആ കുഞ്ഞിനെ കളയാനുള്ള വിഷം നമ്മൾ ചേർക്കണം, അന്ന് പലഹാരത്തിൽ വിഷം കലർത്തിയതുപോലുള്ള ഒരു അബദ്ധമൊന്നും ഇത്തവണ സംഭവിക്കാൻ പാടില്ല എന്ന് പ്രതാപം പറയുമ്പോൾ വിഷം ചേർത്ത പലഹാരം നമ്മളെ കൊണ്ട് കഴിപ്പിച്ച് നമ്മളെ വയറ് കേടാക്കിയതല്ലേ, അതുപോലെ അവളുടെ മോള് പോകുന്നത് കണ്ട് മോഹിനിയും ഇവിടെ കിടന്ന് നെട്ടോട്ട് ഓടണമെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അങ്ങനെ മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് പാലിൽ ആ വിഷമരുന്ന് ചേർക്കാനുള്ള ഒരു ഗൂഢപദ്ധതിയാണ് കേട്ടോ അവർ പ്ലാൻ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് കണ്ണൻ കമലേശ്വരത്ത് എത്തുന്നതും ദുർഗയും സ്വാതിയും കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എടാ കണ്ണ, നീ അറിഞ്ഞില്ലേ കാര്യങ്ങൾ, കരുണമോളുടെ അച്ഛനെയും മുത്തശ്ശിയെയും അവൾ ജയിലിൽ കയറ്റി പോലീസുകാരെ കൊണ്ട് തല്ലിച്ചയച്ചു, എല്ലാത്തിനും അവൾക്ക് ഒത്താശ ചെയ്തത് നിൻ്റെ കൂട്ടുകാരനും അവൻ്റെ ഭാര്യയുമാണ്, നിൻ്റെ പാതി സ്വത്തുക്കൾ ഇപ്പോൾ അവളുടെ കയ്യിലാണല്ലോ, അതിൻ്റെ അഹങ്കാരമാണ് അവളിപ്പോൾ കാണിച്ചത് എന്നെല്ലാം ദുർഗ പറയുമ്പോൾ ഞാൻ എല്ലാം അറിഞ്ഞു, സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്, എനിക്കതിൽ വിഷമമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. എടാ, ഇനി അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെയും കണ്ട് ഇവിടേക്ക് കയറി വരുമോ എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് നടക്കണം, കാരണം നിയമപ്രകാരം അവൾ ഇപ്പോഴും നിൻ്റെ ഭാര്യ തന്നെയല്ലേ, അതുകൊണ്ട് ലക്ഷ്മിയായിട്ടുള്ള ബന്ധം നീ പിരിയണം, നിനക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് കഴിയേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ തന്നെ ദുർഗ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കണ്ണന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തുടർന്ന് ദുർഗ പറയുന്നുണ്ട്, സ്വാതി മോള് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തയ്യാറായി നിൽക്കുകയാണ്, നിൻ്റെ ജീവിതമാണ് മറ്റെന്തിനേക്കാളും ഞങ്ങൾക്ക് വലുത്, അവൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയതിന് ശേഷം നിൻ്റെ ജീവിതത്തിൽ വെളിച്ചം കടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്, നീ എത്രയും പെട്ടെന്ന് അവളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് സ്വാതിയുടെ കഴുത്തിൽ താലി കെട്ടണം,
പിന്നെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ചില പദ്ധതികളൊക്കെ കരുണയും അച്ഛനും മുത്തശ്ശിയും ചേർന്ന് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞ് പോകും. അതുകൊണ്ടാണ് ഇന്ന് അവൾക്ക് അവളുടെ അമ്മയുടെ കൂടെ അവിടെ താമസിക്കാൻ തോന്നിയത്. പ്രതാപനും അയാളുടെ അമ്മയുമൊക്കെ അവർക്ക് കിട്ടിയതിന് അവളോട് തിരിച്ചടി കൊടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. അത്രയ്ക്ക് പകയുണ്ട് അവർക്ക് അവളോട് എന്ന് ദുർഗ പറയുമ്പോൾ തന്നെ അത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. ആ വല്ലായ്മയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കണ്ണൻ പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എല്ലാത്തിനും ഞാൻ കൂടെയുണ്ട്. ഞാൻ നല്ലവരാണെന്ന് വിശ്വസിച്ചവരെല്ലാം എന്നെ ചതിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരനും അവൻ്റെ ഭാര്യയുമൊക്കെ. ഇപ്പോൾ നിങ്ങളാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ആകാം, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് ഇത്രയൊക്കെ ആയിട്ടും ഇവർ പഠിച്ചില്ലല്ലോ, ഇപ്പോഴും കൊല്ലണം എന്നുള്ളൊരു ചിന്ത തന്നെയാണല്ലോ ഇവരുടെയൊക്കെ മനസ്സിൽ. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് മഹിയെ വിവരം അറിയിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കണ്ണൻ മഹിയെ വിളിച്ച് കാര്യം പറയുന്നു. തന്നോടും അമ്മയോടുള്ള പ്രതികാരം തീർക്കാനായിട്ട് നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഒരു പദ്ധതി പ്രതാപനും അയാളുടെ അമ്മയും ചേർന്ന് ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി വളരെ നിർണായകമാണ്. അവരിൽ നിന്നും അവരെ പാലിൽ വിഷം തന്നാണ് നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തന്നെ കണ്ണൻ മഹിയെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണൻ വഴി മഹി പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും കരുണയുടെയൊക്കെ അച്ചതി മുൻകൂട്ടി തന്നെ തിരിച്ചറിയുകയും അതിൽ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്